ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് വിജയകാന്ത്. വിജയകാന്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ. ഞാൻ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട വിജയകാന്ത് ചിത്രങ്ങൾ 10 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് രാജ്യമാണ്. 2002 പുറത്തിറങ്ങിയ സിനിമ. മനോജ് കുമാറായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. വിജയകാന്തിനൊപ്പം മലയാളത്തിലെ ജനപ്രിയ നായകൻ ദിലീപും ചിത്രത്തിലുണ്ടായിരുന്നു. കൂടാതെ വടിവേലുവും ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ ഏക തമിഴ് ചിത്രമാണ് രാജ്യം എന്നത്. ദിലീപ് അതിലൊരു ഊമ ക്യാരക്ടർ, സംസാരിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് ദിലീപ് അതിൽ അഭിനയിച്ചത്. നമ്പർ 9 സിന്ദൂരപാണ്ടി. 1992 പുറത്തിറങ്ങിയ സിനിമ. എസ് എ ചന്ദ്രശേഖർ, അതായത് വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. വിജയ്ക്കൊപ്പം വിജയകാന്തും ചിത്രത്തിലുണ്ടായിരുന്നു. വിജയും വിജയകാന്തും തമ്മിലുള്ള ഏക കോമ്പിനേഷൻ ചിത്രമാണ് സിന്ദൂരപാണ്ടി എന്നത്. നമ്പർ 8 വെട്രി. എസ് എ ചന്ദ്രശേഖർ തന്നെയായിരുന്നു ഇതും സംവിധാനം ചെയ്തത്. 1984 ചിത്രം പുറത്തിറങ്ങിയത്. നമ്പർ 7 സേതുപതി IPS. 1994 പുറത്തിറങ്ങിയ സിനിമ. പി വാസു ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 6 ക്ഷത്രിയൻ. 1991 പുറത്തിറങ്ങിയ സിനിമ. സുഭാഷ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 5 വാഞ്ചിനാഥൻ. 2000 പുറത്തിറങ്ങിയ സിനിമ. മലയാളത്തിൻ്റെ മാസ് ഡയറക്ടർ ഷാജി കൈലാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 4 ചിന്ന കൗണ്ടർ. 1991 പുറത്തിറങ്ങിയ സിനിമ. RB ഉദയകുമാറായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രം വൻ ഹിറ്റായിരുന്നു. അതോടൊപ്പം ചിത്രത്തിലെ പാട്ടുകളും വൻ ഹിറ്റായിരുന്നു. ഇളയരാജയുടെ മനോഹരമായ ഗാനങ്ങൾ, മുത്തുമണിമാല തുടങ്ങിയ പാട്ട് ഇന്നും എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ്. 1991 ചിത്രം പുറത്തിറങ്ങിയത്. നമ്പർ 3 രമണ. 2002 പുറത്തിറങ്ങിയ സിനിമ. AR മുരുകദാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 2, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിജയകാന്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുക ഈ ചിത്രമായിരിക്കും. 1991 പുറത്തിറങ്ങിയ സിനിമ ക്യാപ്റ്റൻ പ്രഭാകരൻ. വിജയകാന്തിന് ക്യാപ്റ്റൻ എന്ന പേര് നൽകിയ ചിത്രം ആണ് ഈ ചിത്രത്തിന് ശേഷമാണ് വിജയകാന്തിന് ക്യാപ്റ്റൻ എന്ന പേര് ലഭിച്ചത്. 1991 പുറത്തിറങ്ങിയ സിനിമ. RK ശെൽവമണിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതിനകത്ത് നമ്പർ 1, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട വിജയകാന്ത് ചിത്രം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയകാന്ത് ചിത്രം, ഞാൻ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് വിജയകാന്ത് ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാനത്തെ പോലെയാണ്. 2001 പുറത്തിറങ്ങിയ സിനിമ. വിക്രമനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മനോഹരമായ ഗാനങ്ങൾ. മ്യൂസിക് ഡയറക്ടർ എസ് എ രാജ്കുമാറിൻ്റെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ചിത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, നല്ല മനോഹരമായ ഗാനങ്ങൾ, മനോഹരമായ കഥ, നല്ലൊരു പടമായിരുന്നു വാനത്തെ പോലെ. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയകാന്ത് ചിത്രങ്ങൾ എന്നത്. അപ്പോൾ തമിഴകത്തിൻ്റെ ക്യാപ്റ്റന് പുരച്ചി കലഞ്ഞറിന് ആദരാഞ്ജലികൾ നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.